നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണവില വൻതോതിൽ കുറയുന്നു. ഇന്നും 800 രൂപയിലധികം കുറഞ്ഞു. ഈ മാസം ഇതുവരെ 3600 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. വൻതോതിൽ ഉയർന്ന് പവന് 65,000-ലേക്ക് വൈകാതെ എത്തുമെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ എല്ലാം മാറിമറിഞ്ഞു വില കുത്തനെ ഇടിയുന്നതാണ് പുതിയ ട്രെൻഡ്. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിനമാണ്. ആഭരണം വാങ്ങുന്നവർ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. വരും ദിവസങ്ങളിലും വില കുറയാൻ സാധ്യതയുണ്ട്. അഡ്വാൻസ് ബുക്ക് ചെയ്താൽ വില കുറയുന്ന ദിവസം വാങ്ങാൻ സാധിക്കും. വില കുറയുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഉപഭോക്താക്കൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. പുതിയ സ്വർണ്ണവില സംബന്ധിച്ചറിയാം. കേരളത്തിൽ ഇന്ന് 55,480 രൂപയാണ് ഒരു പവന്റെ വില. 880 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഗ്രാമിന് 110 രൂപ കുറഞ്ഞ് 69,035 രൂപയിലെത്തി. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 90 രൂപ കുറഞ്ഞ് 5,720 രൂപയിലും എത്തി. വെള്ളിയുടെ വിലയിൽ ഗ്രാമിന് 1 രൂപ കുറഞ്ഞ് 97 രൂപയായി. സെപ്റ്റംബറിൽ 21 രേഖപ്പെടുത്തിയ വിലയിലേക്ക് സ്വർണം കുറഞ്ഞിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ആഗോള വിപണിയിൽ സ്വർണ്ണവില കുത്തനെ കുറയുകയാണ്. ഔൺസ് സ്വർണത്തിൽ $2,562 പുതിയ വില. നേരത്തെ 2,800 രൂപയിലേക്ക് അടുത്തിരുന്നു. വില കുത്തനെ വർദ്ധിച്ച വേളയിൽ വൻതോതിൽ വിറ്റഴിക്കൽ നടന്നു. ഉയർന്ന വിലയിൽ ലാഭം കൊയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ വിറ്റഴിക്കൽ. മാത്രമല്ല, അമേരിക്കയിലെ ഭരണമാറ്റം സ്വർണ്ണവില ഇടിയാൻ കാരണമാകുമെന്നും നിക്ഷേപകർ മുൻകൂട്ടി കണ്ടു. ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് 60,000 രൂപയിൽ താഴെയാകും ചെലവ് വരിക. ആഭരണം വാങ്ങുമ്പോൾ പണിക്കൂലി, GST, ഹാൾമാർക്കിംഗ് ചാർജ് എന്നിവ കൂടി ഉപഭോക്താവ് നൽകേണ്ടതുണ്ട്. നേരത്തെ വലിയ വില കൊടുത്ത് സ്വർണം വാങ്ങിയവർ സ്വാഭാവികമായും ഇന്ന് നിരാശയിലാകും. അതേസമയം വിവാഹം ആവശ്യങ്ങൾക്ക് ആഭരണം വാങ്ങാൻ കാത്തിരുന്നവർ പ്രതീക്ഷ നൽകുന്ന ദിവസമാണിന്ന്. ഡോളർ കരുത്ത് വർദ്ധിക്കുന്നത് സ്വർണ്ണവില കുറയാൻ ഒരു കാരണമാണ്. ഏറെക്കാലത്തിന് ശേഷം ഡോളർ സൂചിക 106.66 എന്ന നിരക്കിലെത്തി. അതേസമയം ഇന്ത്യൻ രൂപ വലിയ തോതിൽ ഇടിഞ്ഞു. ഡോളറിനെതിരെ 84.41 നിരക്കിലാണ് രൂപ. ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിക്ക് ചെലവേറാൻ ഇത് കാരണമാകും. മാത്രമല്ല, രാജ്യത്തിന്റെ വ്യാപാര കമ്മിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യും. വില വലിയ മാറ്റമില്ലാതെ നിൽക്കുന്നു എന്നതാണ് എണ്ണ വിപണിയിലെ ഇന്നത്തെ വിവരം. പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്നെങ്കിലും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി എത്തുന്നതോടെ യുദ്ധം അവസാനിപ്പിക്കാൻ നടപടി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇത് നിക്ഷേപകരിൽ പ്രതീക്ഷ വളർത്തുന്ന ഘടകമാണ്. ബിറ്റ് കോയിൻ വില $93,000 കടന്നു കുതിക്കുന്നതും സ്വർണ്ണവില ഇടിയാൻ കാരണമാണ്. ന്യൂസ് ഡെസ്ക് മിൻഹ വേൾഡ്.